തൃശൂർ പൂരത്തിന് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ല എന്നൊരു വാർത്ത വരികയാണ്. ആനപ്രേമികളെയും പൂരപ്രേമികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഘടകക്ഷേത്രങ്ങളുടെ തിടമ്പേറ്റാനും രാമൻ ഉണ്ടാകില്ല. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുണ്ട്. ലിഷോയ്, കഴിഞ്ഞ വർഷത്തെ പൂരമൊക്കെ ഓർമ്മയുണ്ട്. ഈ രാമൻ വരുമ്പോൾ രാമാ എന്ന വിളി തന്നെ ഒരു അല്ലേ, അത് തന്നെ വളരെ വൈകാരികമായൊരു അവസ്ഥയാണ് പൂര നാളുകളിലൊക്കെ. അപ്പോൾ അത് ഒഴിവാകുന്നത് തീർച്ചയായും ആനപ്രേമികൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്, നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെ മേക്കപ്പ് ചെയ്യും? അത് ദിവിഷനും കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അതായത് ഒരു ആന ഒരു പൂരത്തിനില്ല എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ രാമൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ല എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം ഫാൻസുള്ള, അത്രത്തോളം ആരാധകരുള്ള ഒരു കൊമ്പനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കഴിഞ്ഞ 2 വർഷമായി നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് തൃശ്ശൂർ പൂരത്തിന്, ഘടകക്ഷേത്രമായ നെയ്തിലക്കാവിൻ്റെ തിടമ്പുമായി തൃശ്ശൂർ പൂരത്തിന് എത്തിയിരുന്നതാണ്. അതിനു മുൻപ് 5 വർഷം മുൻപാണ് ഈ പൂര വിളംബരം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നടത്തിയത്. ആ സമയത്തൊക്കെ തന്നെയാണ് ഈ പൂര വിളംബരം പൂരത്തിനോളം ചെന്ന ഒരു പ്രാധാന്യമുള്ള, അത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു ചടങ്ങായി മാറിയതും. പിന്നീട് കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ നെയ്തിലക്കാവ് ക്ഷേത്രത്തിൻ്റെ ഘടകപൂരം വരുന്നത് ഏറ്റവും അവസാനമായാണ്. അതായത് എല്ലാ ഘടകപൂരങ്ങളും എത്തിയതിന് ശേഷം ഏറ്റവും അവസാനമായാണ് എത്തുന്നത്. ഏകദേശം 12:30 1 മണി ആ ഒരു സമയത്തിന് ശേഷമാണ് ഈ ഘടകപൂരം ക്ഷേത്രത്തിനകത്തേക്ക്, വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുക. ആ സമയത്ത് ഇലഞ്ഞിത്തറ മേളത്തിനായി ഇലഞ്ഞിത്തറയ്ക്ക് താഴെയും ചുറ്റുമായി നിരവധി ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്രയേറെ തിരക്കുള്ള ഒരു സമയത്ത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുമ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാനായി പലപ്പോഴും പോലീസുകാരും ദേവസ്വം അധികൃതരും അതുപോലെ തന്നെ മറ്റെല്ലാവരും തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് പിന്നീട് ഈ ആന പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രം ഭാരവാഹികളും തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ദേവസ്വം ഭാരവാഹികൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പൂരത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കാനെത്തുന്നവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഈ നെയ്തിലക്കാവ് ക്ഷേത്രത്തിൻ്റെ ഈ തിടമ്പുമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. മറ്റൊരു ഘടകക്ഷേത്രങ്ങളിലും പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. കാരണം മറ്റെല്ലാ ഘടകക്ഷേത്രങ്ങളിലും ഇതിനോടകം തന്നെ ആനയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തെച്ചിക്കോട്ടുകാവിന് പകരം ഈ നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാറാണ് ക്ഷേത്രത്തിലേക്ക് എത്തുക.